വെളിപ്പാട് പുസ്തകത്തിൻ്റെ 22-ാം അധ്യായത്തിൽ നാം കാണുന്നു ഒരു നദിയെ ദർശിക്കുന്നതായിട്ട് നാം കാണുന്നു. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദി. ഇതേ നദിയെക്കുറിച്ച് അതിന് 650 എങ്കിലും വർഷം മുമ്പ് യെഹെസ്കേൽ പ്രവാചകൻ ഇതേ നദിയെക്കുറിച്ച് ദർശനത്തിൽ കാണുന്നത് യെഹെസ്കേൽ പ്രവചനത്തിൽ നാം കാണുന്നു. 47-ാം അധ്യായത്തിൽ നാം കാണുന്നു. ഇവർ രണ്ടുപേരും കാണുന്ന നദികൾ ഒരേ നദി തന്നെയാണ്. എന്നാൽ അതിൻ്റെ മൗലികമായി ഈ നദി തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്നാൽ നമ്മുടെ ചിന്തയ്ക്കും പഠനത്തിനും ഉൾക്കാഴ്ചയ്ക്കുമായി ചില കാര്യങ്ങൾ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നാം അവിടെ കാണുന്നുണ്ട്. യോഹന്നാൻ കാണുന്ന നദി സിംഹാസനത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ ഒഴുകുന്ന നദിയാണ്. വളരെ സുവ്യക്തമാണ്. പരിശുദ്ധാത്മാവാം ദൈവം, തൃത്വത്തിൽ അവിഭാജ്യനായിരിക്കുന്നവൻ, ദൈവിക അന്തസ്സത്തയിൽ നിന്നുള്ളവൻ, ഫ്രം ദ സെയിം എസൻസ് ഓഫ് ഗോഡ്, ദൈവിക അന്തസ്സത്തയിൽ നിന്നും, കോ ഈക്വൽ ആൻഡ് കോ എക്സിസ്റ്റന്റ് വിത്ത് ഗോഡ്, ദൈവത്തോട് സമനം, ദൈവത്തോട് ഒപ്പം തന്നെ സഹ നിലനിൽപ്പുള്ളവനുമായിരിക്കുന്ന, തൃത്വത്തിൽ അവിഭാജ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചിത്രം, ദ പേഴ്സൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ അളത്തമാണ് നാം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. ഈ നദിയെക്കുറിച്ച്, ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, നദി ഒഴുകി വരുന്ന ഇടത്തെക്കുറിച്ച് യെഹെസ്കേൽ കാണുമ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്നും ഒഴുകി വരുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒഴുകി യാഗപീഠത്തിൻ്റെ വലതുവശത്ത് കൂടി ഒഴുകി വരുന്നൊരു നദിയാണ് ദർശനത്തിൽ യെഹെസ്കേൽ കാണുന്നത്. ഇവിടെ ഒരു ശ്രദ്ധേയമായിരിക്കുന്നൊരു കാര്യമുണ്ട്. യോഹന്നാൻ കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം, ദൈവത്വം, തൃത്വ ആസ്ഥിത്വം. യെഹെസ്കേൽ കാണുന്നത് ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ പകരപ്പെടലിനെ കുറിച്ചാണ് കാണുന്നത്. സ്വർഗത്തിലെ സിംഹാസനത്തെക്കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ഭൂമിയിലുള്ള കൂടാരത്തെക്കുറിച്ചാണ്. ആ ഭൂമിയിലുള്ള കൂടാരത്തിൽ നിന്ന് ഉത്ഭവിച്ച്, അതായത് ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ അധിവാസമായി നൽകപ്പെട്ടിരുന്ന ആലയം, ആ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്നും ഒഴുകി വരുന്ന നദി. അതുമാത്രമല്ല, യാഗപീഠത്തിൻ്റെ വശത്തുകൂടി കടന്നു വരുന്ന നദി. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിൽ കാണുന്ന ആളത്വത്തെ കണ്ടാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവിനെ നാം അനുഭവിക്കുന്നതിന് വേണ്ടി. പരിശുദ്ധാത്മാവ് നമുക്ക് അനുഭവസ്ഥ്യമായി തീരുന്നത് ദൈവം നമുക്ക് പകരപ്പെടുന്നതിൻ്റെ പശ്ചാത്തലം നാം ഓർക്കണം. ബൈ വെർച്യൂ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹു ടാബർനാക്കിൾഡ് എമംഗ് us, നമ്മുടെ നടുവിൽ കൂടാരമടിച്ച ദൈവപുത്രനായിരുന്ന, ജഡാവതാരത്തിൽ വന്ന യേശുക്രിസ്തു നിമിത്തവും, ആൻഡ് ദി ഓൾട്ടർ, തൻ്റെ ക്രൂശ് മരണവും നിമിത്തവും, ബിക്കോസ് of Christ who tabernacled among us, നമ്മുടെ നടുവിൽ കൂടാരം അടിച്ച് പാർത്ത യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതം, യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരം നിമിത്തവും, കാൽവറിയിലെ മരണം നിമിത്തവും, ആ യോഗ്യത നിമിത്തം നമുക്ക് പകരപ്പെട്ടിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആമേൻ. ഈ
പരിശുദ്ധാത്മാവിനെ കുറിച്ച് ശ്രദ്ധേയമായിരിക്കുന്ന മറ്റൊരു കാര്യം, വെളിപ്പാട് പുസ്തകത്തിൽ ഈ നദിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന റിവർ ഓഫ് ലൈഫ്, ജീവജലത്തിൻ്റെ നദി എന്നാണ്. കർത്താവ് ഉത്സവത്തിൻ്റെ മഹാദിനമായിരിക്കുന്ന ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ കാര്യം, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇത് രണ്ടും ഒരു കാര്യം തന്നെയാണ്. യെഹെസ്കേൽ ദർശനത്തിൽ കാണുന്ന അതേ നദിയെക്കുറിച്ചാണ് യേശുക്രിസ്തു പറയുന്നത്. ഹി ഹു ബിലീവ്സ് ഇൻ മീ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും. That river John saw and Ezekiel saw. യോഹന്നാൻ കണ്ടതും എസ്കേൽ കണ്ടതുമായിട്ടുള്ള നദി എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെട്ട് ഒഴുകുവാൻ ഇടയായിത്തീരും. ഇവിടെ ഈ നദിയെക്കുറിച്ച് രണ്ടുപേരും പറയുന്ന ആ പദപ്രയോഗത്തിൽ ഒരു കാര്യം ശ്രദ്ധേയമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ദ റിവർ ഓഫ് ദ വാട്ടർ ഓഫ് ലൈഫ്, ജീവജലത്തിൻ്റെ നദി. യേശു ക്രിസ്തു അത് ഉദ്ധരിക്കുമ്പോൾ പറയുന്നത് ദ റിവർ ഓഫ് ലൈഫ്, റിവേഴ്സ് ഓഫ് ലൈഫ്, ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നോക്കണേ, ഇവിടെ രണ്ടിടത്തും ഈ നദിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പദം ശ്രദ്ധേയമാണ്. ലൈഫ്, ജീവജലം, ദ റിവർ ഓഫ് ലൈഫ്. ജീവനുള്ള ജലം, ജീവജലം ഉള്ളിൽ നിന്ന് ഒഴുകി വരുവാനിടയായിത്തീരും. ദ റിവർ ഓഫ് ലൈഫ്. ശ്രദ്ധിക്കുക, നാം സുവിശേഷങ്ങളിൽ വളരെ കൃത്യമായും നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ലൈഫ് ഈസ് ഇൻറ്റിമേറ്റ്ലി കണക്റ്റഡ് ടു ജീസസ് ക്രൈസ്റ്റ്. ജീവൻ അഭേദ്യമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിനോടാണ്. തോമസിനോട് പറഞ്ഞ കാര്യം, ഞാൻ തന്നെയാണ്, ഐ മൈസെൽഫ് ആം, ഞാൻ തന്നെയാണ് വഴി, സത്യം, കമാം, ലൈഫ്, ജീവൻ. മാർത്തയോട് പറഞ്ഞത്, ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. അപ്പം കഴിച്ചവര്, അതിനുശേഷം കർത്താവിനെ കേട്ടുകൊണ്ടിരുന്നവരോട് കർത്താവ് പറഞ്ഞ കാര്യം, ട്രൂലി ദ റിയൽ ബ്രെഡ് ഈസ് മീ, യഥാർത്ഥ അപ്പം എന്ന് പറയുന്നത് ഞാനാണ്. എന്നാൽ ഈ അപ്പത്തിന്റെ വ്യത്യാസം എന്താണ്? നിങ്ങൾ നേരത്തെ കഴിച്ച അപ്പമല്ലത്. ദ ബ്രെഡ് ദാറ്റ് ഹാസ് കം ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന അപ്പം. അതിന്റെ പ്രത്യേകത എന്താണ്? ദ ബ്രെഡ് ഓഫ് ലൈഫ്, ജീവനുള്ള അപ്പം ഞാനാകുന്നു. യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, ഞാനിത് എഴുതുന്നതിൻ്റെ ഉദ്ദേശം ഇത് നിങ്ങൾ വായിക്കണം, നിങ്ങളത് വായിക്കണം, അങ്ങനെ നിങ്ങൾ അവനിൽ വിശ്വസിക്കണം. മാത്രമല്ല, ബിലീവിങ് ദാറ്റ് യു മൈ ഹാവ് ലൈഫ്, അവനിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്. അപ്പം നോക്കണേ, എല്ലായിടത്തും കർത്താവിനെ ചേർത്ത് പറഞ്ഞിരിക്കുന്ന ജീവനുമായിട്ട് ബന്ധപ്പെട്ടാണ്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ലൈഫ് ഈസ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലാണ് ജീവൻ. പക്ഷെ നാം ഇപ്പോൾ കണ്ടെടുത്ത് ജീവനെ ബന്ധിപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവുമായിട്ടാണ്. നോക്കണേ, ദ റിവർ ഓഫ് ലൈഫ്, ക്രിസ്തുവിലുള്ള ജീവനെ ഇപ്പോൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള ജീവനുമായിട്ടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. എന്താ ഇതിൻ്റെ അർത്ഥം? ഇന്ന് ഐഹിക ജീവിതം കഴിഞ്ഞ് പുനരുത്ഥാനത്തോടുകൂടി കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്, ഹി സീറ്റഡ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് മജസ്റ്റി, മഹിമയുടെ വലത്ത് ഭാഗത്ത് ക്രിസ്തു ഇരിക്കുകയാണ്. ക്രിസ്തു ഇന്ന് ജഡത്തിൽ ഭൂമിയിൽ ഇല്ല. ക്രിസ്തുവിനെ നാം തിരുവെഴുത്തിൽ കാണുന്നത് ഹി സീറ്റഡ്, മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നവനായിട്ടാണ് നാം കാണുന്നത്. ഇന്ന് ഭൂമിയിൽ
ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, സഭയിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇന്ന് ക്രിസ്തു പിതാവിൽ നിന്ന് വാങ്ങി നമുക്ക് നൽകി തന്ന പരിശുദ്ധാത്മാവിലാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. Christ there, His Spirit here. അവിടെ ആയിരിക്കുന്ന ക്രിസ്തു ഭൂമിയിൽ പരിശുദ്ധാത്മാവ് മൂലമാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. Christ in my heart, His Spirit dwelling in my heart. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ അധിവസിക്കുന്നു പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനിൽ അധിവസിക്കുന്നു എന്നാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വായിക്കുന്നതിന്റെ 45-ാം വാക്യം. യെസ്, ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവ്, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നത്. ഫസ്റ്റ് മാൻ, ആദ്യ മനുഷ്യൻ, സകല മനുഷ്യരും എല്ലാവരെ കുറിച്ച് പൊതുവായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം, എവ്രി മാൻ ബിക്കംസ് എ ലിവിങ് സോൾ. എല്ലാ മനുഷ്യരും ജന്മന ജീവനുള്ള ദേഹികളാണ്. നമ്മുടെ മനസ്സാണ്, നമ്മുടെ ബോധമാണ്, നമ്മുടെ ദേഹിയാണ്. എന്നാൽ ഒടുക്കത്തെ ആദാം ആരായി? ഒടുക്കത്തെ ആദാം മനുഷ്യകുലത്തിൽ ജാതനായി തീർന്ന് തൻ്റെ ജീവനെ കാൽവറിയിൽ വച്ച് ആദാമ്യ പാപത്തിനും ആദാമ്യ ശാപത്തിനും ആദാമ്യ കുലത്തിന് ഭവിച്ച ദുരന്തത്തിൽ നിന്നും അറുതി വരുത്തിയവൻ, the one who brought an end to the curse of humanity. മനുഷ്യവർഗത്തിന്റെ ശാപത്തിന് കാൽവറിയിൽ അറുതി വരുത്തിയവനാണ് the last Adam, ഒടുക്കത്തെ ആദാം. ആമേൻ. ആ ഒടുക്കത്തെ ആദാം തൻ്റെ മരണ പുനരുത്ഥാനത്തിൽ കൂടി ഇപ്പോഴാരാണ് വായിച്ചത്? എന്താണ് നാം വായിച്ചത്? The last Adam became a life-giving spirit. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു ഒടുക്കത്തെ ആദാം ഇന്ന് നമ്മെ സമയത്തോളം ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്, ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ പേജുകൾ തിരിച്ച് ഒരു പഠന വിഷയമാക്കി തീർക്കുന്ന ദുരന്തം നമുക്ക് ആർക്കും ഉണ്ടാകരുത്. നോയിങ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ടു നോ ദ ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുന്ന ആത്മാവിനെ അറിയുക എന്നാണ്. ആത്മാവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ജീവനെ അറിയുക എന്നാണ്. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ അറിയാമോ എന്ന് ചോദിച്ചാൽ തൃത്വത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു, പെന്തക്കോസ്ത് നാളിനെ കുറിച്ച് പറയുന്നു, അന്യഭാഷകളെക്കുറിച്ച് പറയുന്നു, കൃപാവരങ്ങളെക്കുറിച്ച് പറയുന്നു. കത്തോലിക്കരുടെ ഭാഷയിൽ പറഞ്ഞാൽ അരൂപി എന്ന് പറയുന്നു. അതൊരു നല്ല വാക്ക്, ഒരു പിടുത്തവും ഇല്ലാത്തൊരു വാക്ക്, അരൂപി. ഹോളി സ്പിരിറ്റ് ഈസ് ലൈഫ്. പരിശുദ്ധാത്മാവ് ജീവനാണ്, ചേതനയാണ്, ചൈതന്യമാണ്, ആന്തരികമായിരിക്കുന്ന ദൈവിക ജീവനാണ് പരിശുദ്ധാത്മാവ്. ശ്രദ്ധിക്കുക, ഈ നിലയിൽ പരിശുദ്ധാത്മാവിനെ ഗ്രഹിപ്പാൻ കഴിയാത്ത ഒരു വിപത്ത് ഇപ്പോഴും നാം അറിയാതെ നാം കൊണ്ടു നടക്കുന്നുണ്ട്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വിഭജിച്ചു പോയ ശേഷം മനുഷ്യൻ്റെ ദുരന്തത്തോട് ചേർന്ന് വന്ന കാര്യം ഭൂമിയിൽ അരാജകത്വമാണ്, നിയമരാഹിത്യമാണ്, ക്രമരാഹിത്യമാണ്. ജീവിതം മുഴുവൻ ഡിസോർഡറിലായി, അക്രമത്തിലേക്ക് പോയി. അതിൻ്റെ ഒരു വലിയ അതിനുള്ളൊരു സുരക്ഷയായിട്ട് ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ ആദ്യം നൽകിയ കാര്യമാണ് ഈ മനസ്സിൻ്റെ സാക്ഷി എന്ന് പറയുന്നത്. മനസ്സാക്ഷി മനുഷ്യൻ്റെ അകത്തു നിന്ന് കാര്യങ്ങൾക്കുള്ള നിയന്ത്രണത്തിന് വേണ്ടി ദൈവദത്തമായിട്ട് ദൈവം നൽകിയ ഒന്നാണ് ഈ മനസ്സാക്ഷി. അതോട് ചേർന്ന് ദൈവം നൽകിയ മറ്റൊരു കാര്യമാണ് നിയമബോധം, നിയമം. ദൈവം നൽകിയ ഈ മനസ്സാക്ഷി നിയമബോധം ഉള്ളതിൽ നിന്നാണ് ഇന്ന് ലോകത്തിൽ നിയമവ്യവസ്ഥയും ക്രമസമാധാനവും ഉള്ളത്. ദൈവമില്ല എന്ന് പറയുന്ന ചൈനയിലുമുള്ള നിയമവ്യവസ്ഥയും ക്രമസമാധാനവും ഒക്കെ വന്നത് എൻ്റെ ദൈവത്തിൽ നിന്നാണ്. അല്ലെ മനുഷ്യരെല്ലാം തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തീർത്തേനെ. ഇറ്റ്സ് കം ഫ്രം ഗോഡ്. ദൈവത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒന്നാണ്.
എന്നാൽ ഇസ്രായേലിലെ ദൈവം വ്യക്തമായിരിക്കുന്ന ന്യായപ്രമാണം അല്ലെങ്കിൽ നിയമം, നിബന്ധന, ഡിവൈൻ സ്റ്റാറ്റ്യൂട്ട്സ്, ദൈവിക കൽപ്പനകൾ നൽകി. ആ നൽകപ്പെട്ട ദൈവിക നിയമങ്ങൾ കൊണ്ട് ഇസ്രായേൽ അത് പാലിക്കുക നിമിത്തം they actually thought they could become righteous. അവർക്ക് നീതിമാന്മാരാകാം, ദൈവിക നീതി പ്രാപിക്കാമെന്ന് അവർ തെറ്റിദ്ധരിച്ചു. എന്നാൽ നിയമം പാലിക്കാൻ ശ്രമിച്ചപ്പോഴാ ഒരു കാര്യം കൂടുതൽ കൂടുതൽ വ്യക്തമായി തീർന്നത്. നിയമം പാലിക്കുമ്പം അതുകൊണ്ട് ഈ പാത്രം പുറമേ നന്നായിട്ട് വെളുപ്പിക്കാനേ പറ്റുള്ളൂ, അകത്തെ മാലിന്യം വെടിപ്പിക്കുവാൻ നിയമങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പതുക്കെ പതുക്കെ അത് മനസ്സിലായി വന്നത്. പാപത്തിൻ്റെ പ്രവൃത്തിക്ക് കടിഞ്ഞാണിടാൻ, നിയന്ത്രണങ്ങളിടാൻ നിയമങ്ങൾക്ക് കൊള്ളാം. എന്നാൽ പാപത്തിൻ്റെ പ്രകൃതത്തെ കൈകാര്യം ചെയ്യുവാൻ നിയമങ്ങൾക്കൊക്കെ കഴിയത്തില്ല എന്ന്. പിള്ളേരോട് മിണ്ടാതിരിടാന്ന് പറഞ്ഞാൽ അതൊരു നിയമമാണ്, മിണ്ടാതിരിക്കും. അതിൻ്റെ അർത്ഥം പെട്ടെന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് പിന്നെ മുഴുവൻ നേരം ശ്രദ്ധിച്ചിരിക്കുന്നതല്ല. അകത്തൊത്തിരി ശബ്ദങ്ങളുണ്ട്, പുറത്തേക്ക് വരുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിയമങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ കൊണ്ട് തന്നെ കഴിയുള്ളൂ, പ്രകൃതത്തെ മാറ്റാൻ കഴിയത്തില്ല. നിയമങ്ങൾ കൊണ്ട് പുറമെ ഒരുപാട് കാര്യങ്ങളും ജീവിത പ്രമാണവും ലൈഫ് പ്രിൻസിപ്പിൾസ് ലഭിക്കും. ഗുഡ് ലൈഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് മോറൽ പ്രിൻസിപ്പിൾ, ധാർമ്മിക നിയമങ്ങളും ജീവിത പ്രമാണങ്ങളും കിട്ടും. പക്ഷെ നിയമങ്ങൾ കൊണ്ട് ദൈവത്തിനൊത്ത ഒരു ഉത്തമ മനുഷ്യൻ, മാൻ അക്കോർഡിംഗ് ടു ഗോഡ് ആൻഡ് ലൈഫ് അക്കോർഡിംഗ് ടു ഗോഡ്, ദൈവത്തിനൊത്തുള്ള ജീവിതവും നിയമപ്രമാണം കൊണ്ടാകത്തില്ല. ആമേൻ. നിയമങ്ങൾ കൊണ്ട് ജീവിതത്തിന് ഒരുപാട് റെഗുലേഷൻസ് കിട്ടും. ശരിയും തെറ്റും, നന്മയും തിന്മയും, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് പാടാൻ പാടില്ല, എപ്പം സംസാരിക്കുക, എപ്പം നിശബ്ദമായിരിക്കുക. യു ഗെറ്റ് ലോട്ട് ഓഫ് ഡയറക്ഷൻസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ലൈഫ്. ജീവിതത്തിൽ ഒരുപാട് ക്രമീകരണങ്ങൾ ജീവിതത്തിൽ കിട്ടും. പക്ഷെ നിയമങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ്റെ പ്രകൃതം മാറത്തില്ല. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. Man is born a sinner. മനുഷ്യൻ ജനിച്ചിരിക്കുന്നത് തന്നെ പാപത്തിലാണ്, പാപപ്രകൃതത്തിലാണ്. ആ പ്രകൃതത്തെ മാറ്റുവാൻ പുറമേയുള്ള ഒരു നിബന്ധനകൾക്കും കഴിയത്തില്ല. ഇതിന് നടുവിലാണ് യേശുക്രിസ്തുവിൽ കൂടി ദൈവം അതിന് ഉത്തരം കൊടുത്തത്. യേശുക്രിസ്തുവിലെ ദൈവത്തിൻ്റെ ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജീവൻ, ലൈഫ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആമേൻ. യേശുക്രിസ്തുവിലെ വീണ്ടും ജനനത്തിൽ അതുവരെ മനുഷ്യർക്ക് ആർക്കുമില്ലാത്തൊരു കാര്യം നമ്മുടെ അകത്ത് ലഭിക്കുകയാണ് ചെയ്യുന്നത്. മൃതമായിരിക്കുന്ന നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ തന്നെ ജീവനെ നാം പ്രാപിക്കുകയാണ്. വി become alive in our spirit. നമ്മുടെ ആത്മാവിൽ നാം ജീവിപ്പിക്കപ്പെടുകയാണ്. ദൈവിക ജീവൻ്റെ ഒരു തുടക്കം വീണ്ടെടുപ്പിൽ, വീണ്ടും ജനനത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. എ ബിഗിനിങ് ഓഫ് ലൈഫ് വിത്ത് ദ ലൈഫ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ജീവനോടുകൂടി ഒരു ജീവൻ്റെ പുത്തൻ തുടക്കം നമുക്ക് ലഭിക്കുകയാണ്. ആമേൻ. ആ ദൈവിക ജീവനോടുകൂടി മുമ്പോട്ടുള്ള ഒരു ഗമനത്തിലാണ് വാസ്തവത്തിൽ കർത്താവ് പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ജീവൻ ജീവൻ ജീവനുണ്ടാകുവാൻ. ഞായറാഴ്ച തോറും വരാനായിട്ടുള്ളൊരു ജീവൻ, അതിനും വേണം ജീവൻ. എല്ലാ നല്ല കാര്യങ്ങൾക്കും ജീവൻ വേണം, അടിസ്ഥാന ചിട്ടകൾക്ക് ജീവൻ വേണം. പക്ഷെ അത് പോരാ. നിങ്ങൾക്ക് മോർ അബണ്ടന്റ് ലൈഫ്, ധാരാളമായിരിക്കുന്ന ജീവൻ. ദൈവമക്കളെ, യേശുക്രിസ്തുവിൽ നമുക്കുള്ള വാഗ്ദത്തമാണിത്.
ധാരാളമായിരിക്കുന്ന ജീവൻ, ഈ ജീവനിൽ നിന്ന് ജീവനിലേക്ക്, ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള ഒരു തുടക്കമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ നാം മുമ്പോട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഈ ജീവനുണ്ടെങ്കിൽ തന്നെയും എവിടെയോ നമ്മുടെ പ്രകൃതത്തിൽ നമ്മളിലുള്ള അടിസ്ഥാന നിയമത്തിൻ്റെ പ്രമാണത്തിൽ നാം ജീവിച്ചു പോകുന്നവരാണ്. നമുക്ക് ശരികളറിയാം. ശരികളറിയാവുന്നതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും? നമുക്കറിയാം പിണക്കമുണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാം, പുഞ്ചിരിക്കണമെന്നറിയാം. ദൈവമക്കളായാൽ എന്ത് ചെയ്യണം? പിണക്കമൊന്നും കാണിക്കരുത്. പിന്നെ എന്ത് വേണം? നല്ലൊരു ചിരി കൊടുക്കണം. കഴിഞ്ഞ ആഴ്ചയും പാസ്സാതാ പറഞ്ഞോന്ന് പറയും. പിന്നെ എത്ര പിണക്കമുണ്ടെങ്കിലും കത്തമേശയെ കഴിഞ്ഞ് ഹൃദയംഗമായിട്ടുള്ള ചുംബനം കൊടുക്കണം, നല്ലൊരു ഷെയ്ക്കാൻഡ് കൊടുക്കണേലും അതും നമുക്കറിയാം, അത് ചെയ്യേണ്ടതാണെന്നറിയാം. പക്ഷെ അകത്തെന്തിരിക്കുക? അൺഫർഗിവ്നെസ്, ക്ഷമിച്ചിട്ടില്ല, വിരോധം ഇരിക്കുകയാണ്, പ്രതിഷേധമിരിക്കുകയാണ്, കയ്പിരിക്കുകയാണ്. The right things we are doing still. നാം നല്ല ശരിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. We know how to be so polished before us. നമ്മൾ വിചാരിക്കുന്ന കൂടുതലൊക്കെ നമ്മളെല്ലാം നല്ല അഭിനയിക്കാൻ പറയാമല്ലോ. എനിക്ക് ഈ അഭിനയത്തിന് കലയില്ല എന്നൊന്നും ആരും പറയണ്ട, എല്ലാവർക്കും അഭിനയിക്കാൻ അറിയാം. സ്റ്റേജിൽ കയറി അഭിനയിക്കാൻ കലയില്ലെന്ന് മാത്രമേ ഈ പറയുന്നത്. ജീവിതത്തിൽ ഒന്നാം തരം നാടകം കളിക്കാൻ അറിയാവുന്ന സോ പോളിഷ്, നല്ല സുമുഖമുള്ളവരാണ്. പക്ഷെ അകത്ത് അത്യാഗ്രഹം, അസൂയ, പിണക്കം, ഇതെല്ലാം അകത്ത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി നിമിത്തം ഒരു ജഡവും, come on, no flesh is justified before God. ഒരു ജഡവും ദൈവ മുൻപാകെ നീതീകരിക്കപ്പെടുന്നില്ല. Why? It is just a cover of righteousness. നീതിയുടെ ഒരു ആവരണം മാത്രമാണ്, ആന്തരികമായിട്ട് അതല്ല വസ്തുത. ഈ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നത്. റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് ഈ ഒരു വലിയ ഡിലമ പറയുകയാണ്. തൻ്റെ ഡിലമ എന്താ? എനിക്കറിയാം ആളുകളെ നോക്കി ചിരിക്കണം, എനിക്കറിയാം സ്നേഹിക്കണം, എനിക്കറിയാം നന്മ ചെയ്യണം, എനിക്കറിയാം ക്ഷമിക്കണം. ഐ നോ ഓൾ ദിസ്. 7:19 വായിക്കാം. റോമർ 7:19. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ എത്ര പ്രവർത്തിക്കുന്നു. നോക്കണേ, ഇതിനകത്ത് വലിയൊരു പ്രശ്നമായിരുന്നു. പൗലോസ് തൻ്റെ അകത്തൊരു വലിയ വൈരുദ്ധ്യം കാണുക. എന്താ? ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുവാൻ, there are things I really intend to do. മനഃപൂർവ്വമായി ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താ പോകുന്നത്. സമയമാകുമ്പം it doesn't work like that. ഞാൻ ഇച്ഛിക്കുന്ന കാര്യം ഒന്ന്, ഫലത്തിൽ ചെയ്യുന്ന കാര്യം മറ്റൊന്ന്. സമാധാനം പറഞ്ഞ് തീർക്കാനാ പോകുന്നത്, പിരിയുന്ന ഒടുവിൽ പോയതിനേക്കാളും കഷ്ടമായിട്ടാണ് പിരിയുന്നത്. ഓക്കെ, ചെയ്യുവാൻ ഇച്ഛിക്കുന്ന കാര്യം, പക്ഷേ അതല്ല ഞാൻ ചെയ്യുന്നത്. മാത്രമല്ല ഞാൻ ഉള്ളിൽ ഇച്ഛിക്കാത്ത കാര്യമാണ് പിന്നെയും ചെയ്യുന്നത്. ഐ ലിവ് എ കോൺട്രഡിക്ഷൻ. ഞാനൊരു വൈരുദ്ധ്യമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വൈരുദ്ധ്യത്തിൻ്റെ പരിഹാരം എന്താണ്? പൗലോസ് വളരെ നോക്കി. ഐ വിൽ ട്രൈ മോർ, ഐ വിൽ സ്ട്രൈവ് മോർ, ഐ വിൽ സ്ട്രഗിൾ മോർ. ഞാൻ കൂടുതൽ മനസ്സ് വെക്കട്ടെ, ഞാൻ കൂടുതൽ അർത്ഥമാക്കട്ടെ, ഞാൻ കുറച്ചുകൂടെ ശ്രമിക്കട്ടെ. It doesn't work. The more I try, the greater I fail. ഞാൻ ശ്രമിക്കുന്നവരും എൻ്റെ പരാജയം ഭയങ്കരമാണ്. പൗലോസ് പറയുന്നു, ഓ അരിഷ്ട മനുഷ്യൻ, ഈ താഴ്ചയുള്ള ശരീരത്തിൽ നാരനെ വിടുവിക്കും. പക്ഷെ അവിടെ വന്ന് നാം കാണുന്നൊരു ട്രാജഡി അല്ല, ഒരു ദുരന്തമല്ല നാം കാണുന്നത്. അയ്യോ, ഈ പരിപാടി എന്നെ കൊണ്ട് പറ്റുന്നതല്ലേ, നിങ്ങളെപ്പോലെയുള്ള കുറേ നല്ല മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് അവിടെ വന്നപ്പോഴാണ് പൗലോസ് വെളിപ്പാട് കാണുന്നത്. പൗലോസ് അവിടെ നിന്നാണ് ക്രിസ്തുവിൻ്റെ ഒരു പുതിയ ദർശനം കാണുന്നത്. ഐ താങ്ക് ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തു യേശു മുഖാന്തരം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ള ഒരിടത്തേക്കാണ് തൻ്റെ അന്തം വേറെ വിക്ടറിയിലേക്കാണ് കൊണ്ടുവന്നത്, ചവിട്ടുപടിയിലേക്കാണ് കൊണ്ടുവരുന്നത്. അവിടുന്നാണ് റോമർ 8:2 പൗലോസ് വരുന്നത്. തൻ്റെ ഏറ്റവും വലിയ റോക്ക് ബോട്ടത്തിൽ വന്ന ശേഷം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് താൻ കണ്ട ശേഷം റോമർ 8:2 തൻ്റെ പ്രഖ്യാപനം താൻ നടത്തുകയാണ്. എന്താണ് ആ പ്രഖ്യാപനം? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. He is seeing another law. The law I
trusted and lived so far. ഇതുവരെ ഞാൻ ആശ്രയിച്ച്, ഇതുവരെ ഞാൻ പ്രമാണിച്ചു പോയിരുന്ന നിയമം അത് കാര്യത്തിൽ എന്നെ എത്തിക്കുന്നില്ല. എന്റെ എന്തെങ്കിലും നിരം സംഘർഷം കൊണ്ടുവരികയാണ്. enough of this law. ഈ നിയമത്തിൻ്റെ കീഴിലുള്ള ഈ പരിശ്രമങ്ങൾ നിർത്തിയ ശേഷം വേറൊരു കാര്യം കണ്ടു. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു എനിക്ക് സ്വർഗത്തിൽ നിന്ന് എൻ്റെ ഉള്ളത്തിൽ വസിക്കുവാൻ അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ്. His presence is life to me. അവൻ്റെ സാന്നിധ്യം ജീവനാണ്. ആ ജീവൻ്റെ ബോധം, ആ ജീവൻ്റെ അന്തരംഗത്തിലെ ജീവൻ, ആ ജീവന് തന്നെ ചില നിയമങ്ങളുണ്ട്. ഭയങ്കര ചൂടാണ്, നിങ്ങൾ എന്നെ ചെയ്യും? അറിയത്തില്ലല്ലേ? ചൂടാണ്, എന്നെ ചെയ്യും? എന്നെ ചൂടാ, എന്നെ ചെയ്യും? തണലത്തോട്ട് മാറി നിൽക്കും. അതെന്തുവാ അത്? ദാറ്റ് ഈസ് എ ലോ ഓഫ് ലൈഫ് യു ഹാവ്. നിങ്ങളുടെ സ്വാഭാവിക ജീവന്റെ ഒരു നിയമമാണത്. ആത്മീയ ജീവൻ നമ്മുടെ അകത്ത് ദൈവം നൽകിയിരിക്കുന്നത്. ആത്മീയ ജീവന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. യെസ്. പെട്ടെന്നൊരു വലിയ വെടിപൊട്ടൽ കേട്ട് കഴിയുമ്പോൾ എന്താ പെട്ടെന്ന് എല്ലാവരും ഞെട്ടുന്നു? നിങ്ങൾ വിചാരിക്കുന്നോ മുഹമ്മദ് അലി ബോക്സിംഗ് ചാമ്പ്യനൊന്നും ഞെട്ടത്തില്ലെന്ന് വിചാരിക്കുന്നു? ഇത് ധൈര്യത്തിൻ്റെ പ്രശ്നമല്ല, നിങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടി സൃഷ്ടാവ് തന്നിരിക്കുന്നൊരു കാര്യമാണ്. അപകടം എന്നുള്ള മുന്നറിയിപ്പാണ് ഞെട്ടലിൽ കാണുന്നത്. അത് മാത്രമല്ല, കാര്യം മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് ചെയ്യും? ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. നമുക്ക് ലോ ഓഫ് ലൈഫ് നമ്മുടെ പ്രകൃത്യത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ ജീവൻ നമ്മുടെ അകത്തൊരു ലോ ഓഫ് ലൈഫാണ്, ഒരു ജീവൻ്റെ പ്രമാണമാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, യേശു ക്രിസ്തുവിൽ നാം ജീവിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. ഞാൻ ജീവനുള്ള ദേഹികൾ എന്ന് പറയുന്ന പൊതുവിഭാഗത്തിൽ നിന്ന് നമ്മൾ വേറൊരു ഭാഗത്തിലേക്ക് വന്നു. ലിവിങ് സോൾസ്, ജീവനുള്ള ദേഹി എന്ന് പറയുന്നിടത്ത് നിന്നും മറ്റൊരു വിഭാഗത്തിലേക്ക് വന്നു. എന്താ വിഭാഗം? യേശു ക്രിസ്തുവിലെ ജീവൻ പ്രാപിച്ച് ജീവിപ്പിക്കപ്പെട്ട ആത്മാവെന്നുള്ളൊരു വിഭാഗത്തിലേക്ക് നാം വന്നു. ആരാണ് നാം? ജീവനുള്ള ദേഹി എന്നതിലുപരി നാം ആരാണ്? വി ആർ ക്വിക്കൻഡ് സ്പിരിറ്റ്സ്. നാം ജീവിപ്പിക്കപ്പെട്ട ആത്മാവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ നമ്മുടെ അന്തരംഗത്തിൽ തന്നിരിക്കുന്നു. ആ ജീവന്റെ നടപ്പിലും വളർച്ചയിലും ജീവന്റെ പ്രമാണത്തിലും നാം വായിച്ച പോലെ ആ ജീവന്റെ പ്രമാണമാണ് സകല പരാജയത്തിൻ്റെയും എല്ലാവിധമായിരിക്കുന്ന ദോഷപ്രകൃതത്തിൻ്റെ പരിഹാരം. ഒന്നുകൂടി ശ്രമിക്കുക എന്നുള്ളതല്ല, പരിശുദ്ധാത്മാവിൻ്റെ ജീവന്റെ നിയമത്തിൽ നടക്കുക എന്നുള്ളതാണ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് എന്ത് തന്നിരിക്കുന്നു? എനിക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കിയേ, നിങ്ങൾ പ്രാർത്ഥിച്ചേച്ച് ദൈവസാന്നിധ്യത്തിൽ നിങ്ങൾ ഇറങ്ങി വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ സംയമനമുണ്ട്. ആ സമയം നിങ്ങൾ വേൾഡ് കപ്പ് കണ്ടേച്ചാ നിങ്ങൾ വരുന്നതെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വരും. എന്താ? വേൾഡ് കപ്പ് കാണുമ്പം നിങ്ങൾ ജീവന്റെ പ്രമാണമല്ല സജീവമായിരിക്കുന്നു, അത് കുറച്ചുകൂടെ ഡോർമെൻ്റ് ആയിട്ടിരിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ജീവന്റെ പ്രമാണം സജീവമായിരിക്കുകയാണ്. യു നോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ഹല്ലേലൂയ. താങ്ക് ഗോഡ്. The law of life of God is in us. നമ്മളിൽ ദൈവന്റെ പ്രമാണം സജീവമായിട്ടുണ്ട്. And that makes us really free from the nature of sin. പാപപ്രകൃതത്തിൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം ജീവന്റെ പ്രമാണത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ വേഗത്തിൽ പോട്ടെ. ഇതിങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എളുപ്പമായെന്ന് പറഞ്ഞാലും പിന്നെ ഈ സംഘർഷത്തിലാണ് നല്ല വിശ്വാസം. അല്ലാത്ത വിശ്വാസത്തിൻ്റെ കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. യൂദാ പറയുന്ന പോലെ ഒരു ലൈസൻഷ്യസ് ഗ്രേസ്, യേശു ക്രിസ്തു കൃപ നൽകിയിരിക്കുന്നു, ഇനിയൊന്നും വേണ്ട, നമുക്കങ്ങ് ചുമ്മാ അങ്ങ് പോയാൽ മതി. കൃപ എല്ലാത്തിൻ്റെയും പരിഹാരമാണ്. ടാപ്പ് വാട്ടർ പോലെ എവിടെ ചെന്നാലും ചെളി പറ്റിയാലും കാലൊന്ന് കാണിച്ചാൽ മതി, യേശുവിൻ്റെ രക്തം സകലഭാവവും നോക്കി ശ്വസിക്കും. കൃപയുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. ദൈവമക്കൾക്ക് അതിരുകളില്ല, നിയന്ത്രണങ്ങളില്ല, ഒരു ബൗണ്ടറിയും വേണ്ട. ചുമ്മാതെ പോയാൽ മതി. കാഹളനാദത്തിൽ ചുമ്മാതെ അങ്ങെടുക്കും.
ഇങ്ങനെയുള്ള സാത്താന്റെ ഉപദേശമാണ് ഇതൊക്കെ. ഇതൊക്കെ പല പുൾപിറ്റിൽ കേട്ട് കൈയടിച്ച് ഹല്ലേലൂയ അനുഗ്രഹം എന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. ദിസ് ഈസ് നോട്ട് ദ ബിബ്ലിക്കൽ മെസ്സേജ്. ബിബ്ലിക്കൽ മെസ്സേജ് എന്താണ്? ഈ ഒരു ഫോൾസ് ഗ്രേസിൻ്റെ അല്ല, ട്രൂ ഗ്രേസിൻ്റെയാണ്, യഥാർത്ഥ കൃപയുടെ ഒരു സന്ദേശം. അതാണ് തിരുവചനത്തിലുള്ളത്. പക്ഷെ ആ ഗ്രേസിലേക്ക് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലം കിടപ്പുണ്ട്. റോങ് ഗ്രേസ് ആൻഡ് ദ റൈറ്റ് ഗ്രേസ്. യഥാർത്ഥ കൃപയിലേക്ക് വരുന്നതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നിടത്താണ് പല നല്ല ഉത്തമ വിശ്വാസികൾ മനസാക്ഷി സൂക്ഷിക്കുന്നു, എല്ലാം ശ്രദ്ധിച്ചു ചെയ്യാൻ ശ്രമിക്കുന്നു, പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ മൗനമായേക്കാം, നമ്മളായിട്ടൊന്നും പറയണ്ട, ഇനി അതൊരു പ്രശ്നമാകണ്ട, എല്ലാ രീതിയിലും സകല പരിശ്രമങ്ങളും നടക്കുന്നു. ഈ ശ്രമങ്ങളുടെ നടുവിലും പുറമേ ഒരു നീതിയുടെ ആവരണം, പുറമേ മൗനം, പുറമേ സൽപ്രവൃത്തി ഒക്കെ ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് ഡിഫീറ്റ് ഇൻസൈഡ്. അകത്ത് പരാജയമാണ്. There's no freedom inside. അകത്ത് സ്വാതന്ത്ര്യമില്ല. There's no Christly attitude inside. ക്രിസ്തുവിൻ്റെ മനോഭാവങ്ങൾ അകത്തില്ല. It is victory outside and failure inside. പുറമേ ജയവും അകത്ത് പരാജയവും. ഞാൻ നിങ്ങളൊരു കാര്യം പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തുറന്ന് ശ്രദ്ധിക്കുക. നല്ല നിയമങ്ങളിൽ ജീവിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവമെന്നാരും കരുതണ്ട. നല്ല നിയമങ്ങളിൽ ജീവിക്കുക എന്നുള്ളത് അന്ന് ഏദനിൽ തുടങ്ങിയ നന്മതിന്മകളുടെ വൃക്ഷമാണ്. തിന്നുന്ന നാളിൽ, പഠിക്കുന്ന നാളിൽ, ബൈബിൾ ക്ലാസ് കിട്ടുന്ന നാളിൽ, അറിയുന്ന നാളിൽ ഈ കാര്യങ്ങളെ തിരിച്ചറിയും. നന്മ എന്താണെന്ന് പറയും, തിന്മ എന്താണെന്ന് അറിയാം. ഫലമെന്താ? ജീവനല്ല, മരണമാണ്. അതുകൊണ്ടാണ് നാം പലപ്പോഴും ഈ ശരിയായ കാര്യങ്ങൾ, കൃത്യമായ കാര്യങ്ങൾ എല്ലാം ഭംഗിയായിട്ട് മനഃപൂർവ്വമായിട്ട് നീതിയുക്തമായിട്ട് ചെയ്ത ശേഷം ആത്മാവിൽ പലരും എന്തായി? ഡള്ളായിട്ട്, വിരസമായിട്ട്. ആത്മജീവിതം ഒരു ബോറ് അടി പോലെ. ആത്മജീവിതത്തിൽ നിരാശ, സന്തോഷമില്ല, ദൈവസന്നിധിയിലുള്ള സ്തുതികളില്ല. ലാക്കിംഗ് 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 വിത്ത് ഓൾ ദ റൈറ്റ് തിങ് ദേ ഡു. എല്ലാ ശരിയായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അകമേ പാപ്പരത്തിൽ എന്തുകൊണ്ട് വിശ്വാസികൾ ജീവിക്കുന്നു? The reason is they are eating from the tree of the knowledge of good and evil. നന്മ എന്ന വൃക്ഷത്തിൽ നിന്ന് അവരിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. Amen. Amen. Jesus is not the tree of the knowledge of good and evil. യേശു ക്രിസ്തു നന്മതിന്മകളുടെ വൃക്ഷമല്ല. യേശു ക്രിസ്തു ആരാണ്? It's a tree of life. ജീവന്റെ വൃക്ഷമാണ്. ഓ ഹല്ലേലൂയ! യേശു ക്രിസ്തു ജീവന്റെ വൃക്ഷമാണ്. എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും. യേശുവിൻ്റെ ആത്മാവിൽ, ക്രിസ്തുവിൻ്റെ ആത്മാവിൽ. ആമേൻ. ഹല്ലേലൂയ! നാം വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ അകത്ത് നമ്മൾ അനുഭവിച്ചതാണ് ഒരു പുത്തൻ ജീവന്റെ ബോധം. ഹല്ലേലൂയ! സ്നാനപ്പെട്ടപ്പോൾ നാം പ്രാപിച്ച ദൈവിക പരിജ്ഞാനമാണ് ഇനിയും തൊട്ട് ജീവന്റെ പുതുക്കത്തിലാണ് നടക്കേണ്ടതെന്നുള്ളത്. ആമേൻ. നാം പഠിച്ച കാര്യമാണ്. പഴമയിലല്ല ദൈവത്തെ സേവിക്കേണ്ടത്, ആത്മാവിന്റെ പുതുക്കത്തിലാണ് സേവിക്കേണ്ടത്. ആമേൻ. ഹല്ലേലൂയ! ആ ജീവന്റെ, ആത്മാവിന്റെ ജീവന്റെ പ്രമാണത്തിൽ നാം അനുഭവിച്ചതാണ്. ദർ ഈസ് ഫ്രീഡം ഇൻ ദ ലോ ഓഫ് ലൈഫ്. ജീവന്റെ പ്രമാണത്തിൽ ആ സ്വാതന്ത്ര്യമുണ്ടെന്ന് നാം അറിഞ്ഞതാണ്. ആമേൻ. ജീവനിൽ നിന്നും ജീവനിലേക്ക്, ജീവനിൽ നിന്ന് ജീവനിലേക്ക്. ഹല്ലേലൂയ! ആ ഒരു മാർഗമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ, വിജയത്തിൻ്റെ, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ, രൂപാന്തരത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത് അതാണ്. പക്ഷെങ്കിൽ നന്മ വൃക്ഷത്തോടങ്ങ് പരിചയിച്ചു പോയി, പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്നതാണ്. റോമാലേഖന 7-ാം അധ്യായം നിങ്ങൾ മനസ്സിരുത്തി നോക്കണം. വെറുതെ നോക്കിയാൽ മാത്രം പോരാ. നിങ്ങൾക്ക് ന്യായപ്രമാണം നിങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം കൂടി ഒന്ന് പിടികിട്ടണം. പിന്നെയും പോവാ പുതിയ കൽപ്പന കേട്ടുകൊണ്ടിരിക്കാനായിട്ട്. കൽപ്പനയല്ല പ്രശ്നം. പൗലോസ് അവിടെ പറയുന്നിടത്ത് പറയുന്നുണ്ട് 7:14 എന്താ പറയുന്നത്? 7:10 പൗലോസ് എന്താ പറയുന്നത്? The problem is not with the law.
ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ. ദൈവിക കൽപ്പനകളെല്ലാം ആത്മീയമാണ്, ന്യായപ്രമാണം ആത്മീയമാണ്, ദൈവിക നിയമങ്ങൾ ആത്മീയമാണ്. പക്ഷെ പ്രശ്നം അവിടെ അല്ല കിടക്കുന്നത്. എന്താ ഉള്ളത്? ഞാനോ ജഡമയൻ. ഞാനോ ഐ ആം ഓഫ് ദ ഫ്ലഷ്. ജഡത്തിൽ നിന്നുള്ളവനാണ്, ജഡപ്രകൃതത്തിലുള്ളവനാണ്. എൻ്റെ പരിഹാരം ന്യായപ്രമാണമല്ല, യേശു ക്രിസ്തു എന്നുള്ള ജീവന്റെ വൃക്ഷമാണ്. ആമേൻ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യമുള്ള, യഥാർത്ഥ ദൈവപ്രസാദമുള്ള യേശു ക്രിസ്തു കൊണ്ടുവന്ന ആ സ്വർഗീയമായിരിക്കുന്ന ജീവൻ നിങ്ങൾ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ന്യായപ്രമാണത്തിന്റെ നുഖത്തിന്റെ കീഴിൽ നിങ്ങൾ പരാജയം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, ഐ ടെൽ യു ദ ഗുഡ് ന്യൂസ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ. യേശു ക്രിസ്തുവാണ് അതിന് ഉത്തരം. ജീവന്റെ വൃക്ഷമായവനിൽ നിന്ന് ഭക്ഷിക്കുക എന്നുള്ളതാണ്, ആത്മാവിന്റെ ജീവനിൽ നടക്കുക എന്നുള്ളതാണ്, ആത്മാവിനെ ജീവനായിട്ട് അറിയുക എന്നുള്ളതാണ്, ആത്മാവിന്റെ സംസർഗത്തിൽ നടക്കുക എന്നുള്ളതാണ്, ദൈവികമായിരിക്കുന്ന ആത്മാവിലുള്ള ജീവന്റെ ബോധത്തിൽ നടക്കുക എന്നുള്ളതാണ്. Praise the Lord. Praise the Lord. Take away Holy Spirit from the New Testament. It is just an extension of the Old Testament. പരിശുദ്ധാത്മാവിനെ പുതിയ നിയമത്തിൽ നിന്ന് എടുത്തു കളയുക, അത് പഴയ നിയമത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാകും പുതിയ നിയമം. ഇതുകൊണ്ടാണ് പലർക്കും ഈ പുതിയ നിയമവും പഴയ നിയമമുള്ള വ്യത്യാസമില്ല. ചെല്ലാടെ അബ്രഹാമിൻ്റെയും ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കാര്യം പറഞ്ഞ് ഇരിക്കുക. ആളുകൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം ദാവീദിൻ്റെ അത് വളരെ സ്പെഷ്യലൈസ്ഡ് ആളുകൾ ഈ കവണയെക്കുറിച്ചൊക്കെ പലർക്ക് പല ചിത്രങ്ങളുണ്ട്. 5 കല്ല്, ആ 5 കല്ലിൻ്റെ വ്യാഖ്യാനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ They don't know Christ and the salvation in Christ and the life in the Spirit. യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിനെയും ആത്മാവിലുള്ള ജീവനെയും അറിയാത്തവരായി കഥ കേട്ടിരിക്കുന്നവരാണ്. The better Christians are people with better laws. കൂടുതൽ ഉത്തമ നിയമങ്ങളിൽ ജീവിക്കുന്നവരാണ്. ആമേൻ. വേറൊരു വലിയ പ്രശ്നമുണ്ട്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഇത് മുഴുവൻ തീർന്നില്ല. നിങ്ങൾക്ക് ഈ ഉന്നതമായിരിക്കുന്ന ജീവിതത്തിലേക്ക് വരേണ്ടതിന് ആവശ്യമായ മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ ജീവിതം ലൈഫ് എൻവയൺമെൻറ്റ് ആൻഡ് ലൈഫ് എൻറിച്ചേഴ്സ്. എല്ലാവർക്കും, ജീവജാലങ്ങൾക്കെല്ലാം അത് ജീവിക്കുവാൻ അതിൻ്റെ ഒരു ലൈഫ് എൻവയൺമെൻ്റ് ഉണ്ട്. ഒരു മീനെ പിടിച്ച് കരക്കിട്ടാൽ എത്ര തന്നെ ജീവിക്കും? പടയ്ക്കുന്നുണ്ട്, അത് ജീവനാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇറ്റ് കനോട്ട് live outside its environment. അതിൻ്റെ പരിസ്ഥിതിയുടെ പുറത്ത് അതിന് ജീവിക്കാൻ കഴിയത്തില്ല. ദൈവം നമുക്ക് ജീവൻ നൽകിയ ശേഷം ഈ നഷ്ടപ്പെട്ട ലോകത്തിലാണേലും ദൈവം ഒരു ലൈഫ് എൻവയൺമെൻറ്റ്, ജീവൻ്റെ പരിസ്ഥിതിയിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ ഈ സഭ എന്ന് പറയല്ല, പോയി ഞായറാഴ്ച ഉറങ്ങാനുള്ള സ്ഥലമല്ലത്. സഭ ചർച്ച് മീറ്റിംഗ്, സഭയുടെ കൂടിവരവുകൾ, ദ മെന്റേഴ്സ് ഇൻ ദ ചർച്ച്, സഭയിൽ വ്യത്യസ്ത നിലയിൽ പരിപാലിക്കുന്നവർ, നടത്തുന്നവർ, ദ ഡിസിപ്ലിൻസ് വി ഹാവ്, ദൈവഭക്തിയുടെ അച്ചടക്കങ്ങൾ, നമ്മളെ തന്നെ ജീവന്റെ പരിസ്ഥിതിയിൽ എപ്പോഴും സൂക്ഷിക്കണം. ചിലത് കണ്ടിട്ടില്ലേ, ഡേഞ്ചറെന്നും റെഡും തലയോട്ടിയൊക്കെ വരച്ച് ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ലേ? നിങ്ങളങ്ങനെ വല്ലതും കാണാറുണ്ട്? ചില പറയുന്നത് എവിടെയും ജീവനാണെന്നാണ് പറയുന്നത്. എങ്ങനെ പോയാലും അത് നമ്മൾ സൂക്ഷിക്കുന്ന പോലല്ലോ, അതിലെന്നാ തെറ്റിരിക്കുന്നു. അതൊക്കെ നമ്മൾ നിങ്ങളെപ്പോലെ ബലഹീന വിശ്വാസികൾ ഇതൊക്കെ മാറി കിടക്കും. ഞങ്ങളെയൊക്കെ നോക്കി ഞങ്ങൾ എവിടെ പോയാലും നാലുകാലം നിൽക്കും. അതൊക്കെ ചുമ്മാതെ ഈ ഗർവത്തിൻ്റെ വാക്കുകളില്ല. ദൈവഭക്തൻ ജീവൻ്റെ പരിധി തിരിച്ചറിഞ്ഞു പോകുന്ന വ്യക്തിയാണ്. അത് മാത്രമല്ല, ലൈഫ് എൻറിച്ചേഴ്സ്, ജീവനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. ഇഫ് യു ലവ് ലൈഫ്, നിങ്ങൾ ജീവനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ യു വിൽ ബി എ പ്രയർഫുൾ മാൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവനായിരിക്കും. പ്രാർത്ഥനയില്ലാത്ത ആരും അതിനെന്ത് വ്യാഖ്യാനം പറഞ്ഞാലും ജീവനെ സ്നേഹിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ചിലരെ കണ്ടാൽ അറിയാം, ചുമ്മാ പറയാം പ്രാർത്ഥനയില്ലെന്ന്. ലൈഫ് ആൻഡ് പ്രയർ അതൊരു പരിസ്ഥിതിയാണ്. ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിൻ്റെ സുരക്ഷയുടെ ഒരു പരിസ്ഥിതിയാണ്. മെഡിറ്റേഷൻ, ധ്യാനം, പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുക, നല്ല ശുശ്രൂഷകൾക്ക് സമയം
നൽകുക. നല്ല വായനകൾ, പ്രയോജനകരമായിരിക്കുന്ന വായനകൾക്ക് നിങ്ങളെ തന്നെ നൽകുക. ജീവനെ വർദ്ധിപ്പിക്കുന്ന, എൻറിച്ച് ചെയ്യുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുക. അതിനോട് ചേർന്നൊരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയുകയാണ്. ലൈഫ് ചോക്കേഴ്സ് ഉണ്ട്, ലൈഫ് ക്വഞ്ചേഴ്സ് ഉണ്ട്. ജീവനെ കെടുത്തുന്ന ഘടകങ്ങളുണ്ട്, ജീവനെ ഞെരുക്കുന്ന ഘടകങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞു, വിത്തെല്ലാം നല്ലതാ, വിത്തിൻ്റെ പ്രോബ്ലം ആയിരുന്നില്ലത്. ദ പ്രോബ്ലം വാസ് നോട്ട് വിത്ത് ദ സീഡ്. വിത്തിൻ്റെ പ്രോബ്ലം അല്ലായിരുന്നു. കുറേ വിത്ത് വീണത് എവിടാ? മുള്ളിൻ്റെ ഇടയ്ക്കോട്ടാ. അതെന്ത് ചെയ്തു? കേൾക്കുമ്പോൾ തന്നെ വേറെ പല കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഞെരുക്കത്തിലാണ്. പിന്നെ പുറത്തിറങ്ങി കഴിയുമ്പോൾ അത് പറയുകയും വേണ്ട. ഞെരുക്കുന്ന കാര്യങ്ങളുണ്ട്, ചോക്കേഴ്സ് ഉണ്ട്. നമ്മൾ തിരിച്ചറിയണം. പല ബന്ധങ്ങൾ, പല അടുപ്പങ്ങൾ, പല സംസർഗങ്ങൾ. എന്തിന്? ചില കൂട്ടായ്മകൾ ജീവനെ കെടുത്തുന്നതാണ്. മുഴുവൻ ആത്മീയ, പക്ഷേ ആത്മാവിനെ കെടുത്തുന്നതാണ്, ജീവനെ കെടുത്തുന്നതാണ്. ഇറ്റ് ഗിവ്സ് യു അനദർ സെൻസ് ആൻഡ് ഡയറക്ഷൻ. മറ്റൊരു ബോധം, മറ്റൊരു ലക്ഷ്യം നൽകുന്നതാണ്. There are a lot of life chokers. പലതിനെ ഞെരുക്കുന്ന കാര്യങ്ങളുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സമയം കഴിഞ്ഞാൽ അറിയാം, പലതരം കൂട്ടായ്മകളാണ്. ഇന്നത്തെ വചനം എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. ഇന്ന് കർത്താവ് എന്നോട് സംസാരിച്ചു, അപ്പോൾ വേറൊരാൾ മറ്റു കാര്യം. ദർ ഇസ് എ ഫെലോഷിപ്പ്. കൂട്ടായ്മ കഴിഞ്ഞ് പിന്നുള്ള കൂട്ടായ്മ. ചില എപ്പോഴും ശ്രദ്ധിച്ചോണം, വേറെ സർക്കിളുണ്ട്. എന്നാ? പിന്മാറ്റക്കാരുടെ സർക്കിൾ, ഏഷണി പറയുന്നവരുടെ സർക്കിളുണ്ട്, ചെവി പറയുന്നവർ. ഐ ഡോണ്ട് നോ ഇൻ വിച്ച് സർക്കിൾ യു ബിലോങ് ടു. ഏത് സർക്കിളിൽപ്പെട്ട മെമ്പറാണ് നിങ്ങളെന്ന് എനിക്കറിയത്തില്ല. ബി ഇൻ ദ ലൈഫ് സർക്കിൾ വിത്ത് ഗോഡ്സ് പീപ്പിൾ. ദൈവജനത്തോടുകൂടി ജീവൻ്റെ സർക്കിളിലുള്ളവരായിരിക്കണം. ചെടി നട്ടു, ചെടി നട്ടേച്ച് പോയി. കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഗാർഡനില്ല, നല്ല ഗാർഡൻ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ചെടിയെല്ലാം കുറേ കഴിഞ്ഞെ ചെടി ഇത്രയത്തിലിരിപ്പുണ്ട്, ചുറ്റും വേറെ പലതും വളർന്ന് ചോക്ക് ചെയ്യുകയാണ്, ജീവനെ ചോക്ക് ചെയ്യുകയാണ്. എന്ത് വേണം? കളയൊക്കെ പറിക്കേണ്ട ആവശ്യമുണ്ട്. ജീവനെ ചോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയണം. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, ഈ സോഷ്യൽ മീഡിയ എന്നുള്ള സംഗതി ഞാൻ നിർത്തി. പറ്റത്തില്ല, അതുമായിട്ട് പോകാൻ പറ്റുന്നില്ല. അത് നല്ലൊരു പ്രസ്താവനയായിട്ട് എനിക്ക് തോന്നി. അതിന് മീതെ ഇതിനെ നന്നായിട്ട് ഉപയോഗിക്കേണ്ട മറ്റൊരു തലമുണ്ട്. ആ കൂട്ടത്തിൽ ഞാനൊന്നും ചാടിക്കയറി ആരും പറയരുത്. ഭൂരിപക്ഷം പേർക്ക് ഇത് ഉപയോഗിക്കാൻ അറിയാത്തവരാണ്, ബഹുഭൂരിപക്ഷവും. ഇങ്ങനെയുള്ള ചിലരെ കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. ഐ ഫിനിഷ് വിത്ത് ഇറ്റ്. ചില വിളിച്ചാൽ എപ്പോഴും ഫോൺ എൻഗേജ്ഡാണ്, കിട്ടത്തില്ല. ഫോൺ എൻഗേജ്ഡാണ്, ഒന്ന് കഴിയുമ്പോൾ അടുത്തതാണ്. ഏതാ ഇത് മുഴുവൻ കുഴപ്പവും അടുത്തയാളുടെ കുറ്റവും നശിപ്പിക്കുന്ന കാര്യമൊന്നല്ല, എല്ലാം ശരിയായ കാര്യങ്ങളാണ് പറയുന്നത്. സഹായിക്കണം, നന്മ ചെയ്യണം, സോ ഗുഡ് തിങ്സ്. മാൻ, യു ആർ നോട്ട് എ മാൻ ഓഫ് ലൈഫ്. ജീവന മനുഷ്യനല്ല നീ. നിന്നെ കെടുത്തുന്ന കാര്യങ്ങൾ നീ അറിയുന്നില്ല. യെസ്, സോഷ്യൽ മീഡിയ ഇതും കൊണ്ടൊക്കെ നടക്കാൻ നേരം ചിലരുടെ വിചാരം മറ്റുള്ളവരൊക്കെ ഖേമനാണെന്നും പറഞ്ഞു ഇതുമായിട്ടൊന്നും. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലുള്ള അറിവ് കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ഉപദേശങ്ങൾ ഒത്തിരി അയക്കുന്നു, ഒരുപാട് മെസ്സേജസ് അയക്കുന്നതാണ്. ഇത് കേട്ടാൽ തോന്നാം ആളിനെ അറിയത്തില്ല, തോന്നാം ആളെ ഒന്ന് കാണണം, ഈ ദൈവമനുഷ്യൻ ഒന്ന് കാണണം. ഈ മെസ്സേജ് നേരെ കാണുമ്പോഴാണ് പാപ്പരത്തം മനസ്സിലാകും. ആരാണ്ട് പറഞ്ഞതൊക്കെ ഫോർവേഡ് ചെയ്യുന്ന പടിയില്ലാത്തതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാതെ കാര്യങ്ങളൊന്നുമില്ല. യെസ്, ഐ എം വാർണിംഗ് യു. ഞാൻ ഇവിടെ പറയുകയാണ്, ബിവെയർ ഓഫ് ലൈഫ് ചോക്കേഴ്സ്. ജീവനെ കെടുത്തുന്ന കാര്യങ്ങൾ, ക്വഞ്ചേഴ്സ്, അതിനെ കെടുത്തുകയും ഞെരുക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ. God's people should walk in life. ജീവനിൽ നടക്കുന്നവരായിരിക്കണം. അതോട് ചേർത്തൊടുവിൽ ഞാൻ ഇത്രയും കൂടെ പറയട്ടെ. നിങ്ങളൊരു ചെടി നന്നായിട്ട് അതിന് വളം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഇരുട്ടത്താണത് വെക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഗിവ് എവറിത്തിങ്. ചെടി ഇരിക്കുന്നത് വീട്ടിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവരും കാണട്ടെ. എല്ലാവരും വരുമ്പോൾ ലിവിങ് റൂമിൽ തന്നെ കാണും ഈ മനോഹരമായിട്ട് ചെടി. എത്ര ദിവസം ജീവിക്കും ചെടി? ഔട്ട്സൈഡ് സൺലൈറ്റ് യു ഡോണ്ട് ഹാവ് ലൈഫ്. സൂര്യപ്രകാശത്തിന് പുറത്ത് നിങ്ങൾ ജീവനില്ല എന്നുള്ള ഓർക്കണം. ദൈവോന്മുഖമായി ജീവിക്കുന്നവരായിരിക്കണം. അധിക പങ്ക് വിശ്വാസികളും മനുഷ്യമുഖമാണ്. അവരെല്ലാം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അവരെല്ലാം പറഞ്ഞു. ദ ഒപ്പീനിയൻ ഓഫ് മാൻ, മനുഷ്യരുടെ അഭിപ്രായം. വാട്ട് പീപ്പിൾ സേ ഓഫ് മീ, ആളുകൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു.
ഗോഡ്സ് മാൻ, ദൈവ മനുഷ്യൻ, ദൈവം എന്തു പറയുന്നു എന്നുള്ള കാര്യത്തിൽ ജീവിക്കുന്നവനാണ്. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി. Tell me if there is anything that makes you sad. ദൈവമേ, അങ്ങേ ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും എൻ്റെ ഉള്ളിലുണ്ടോ? ദൈവമക്കളെ, നിങ്ങളെ പോപ്പുലാരിറ്റി ആളുകളുടെ മുമ്പിലല്ല, മനുഷ്യരെന്ത് പറയുന്നുള്ളതിലല്ല. യെശയ്യാ 50-ാം കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, he shall grow out of a parched ground. വരണ്ട നിലത്ത് നിന്നുള്ള പോലെ അവൻ വളരും. ആളുകൾ പറയുന്നത് കേട്ടുണ്ടോ? നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് എൻ്റെ പ്രശ്നം ഒരിക്കലും മനസ്സിലാകത്തില്ല. അല്ല, നിങ്ങളെപ്പോലുള്ളൊരു കുടുംബമല്ല എൻ്റെ കുടുംബം. നിങ്ങളുടെ ജീവിത പരിസ്ഥിതിയില്ല എൻ്റെ ജീവിത പരിസ്ഥിതി. എൻ്റെ ബന്ധുക്കാരങ്ങനെയല്ല, എൻ്റെ നാട്ടുകാരും പള്ളിക്കാരും അങ്ങനെയല്ല. നിങ്ങളെപ്പോലെ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല. കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഫ്രം എ പാർച്ച്ഡ് ഗ്രൗണ്ട്, വെള്ളത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത വരണ്ട നിലത്ത് നിന്നും വേർമുളയ്ക്കുന്ന പോലെ അവൻ്റെ മുമ്പാകെ വളരും. ബിഫോർ ഗോഡ്. ഇസ് ഗോഡ് യുവർ സൺ? ദൈവമാണോ നിങ്ങളുടെ സൂര്യൻ, നിങ്ങളുടെ പ്രകാശം, നിങ്ങളുടെ വെളിച്ചം? ദൈവം നിങ്ങളോട് പറയുന്നത് എന്താണെന്നുള്ളതാണ് നമുക്ക് മുഖ്യം. നിങ്ങളുടെ ശോധന ചെയ്യുന്നവൻ ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല. പൗലോസിന്റെ ഭാഷയിൽ എന്നെ വിധിക്കുന്നവൻ കർത്താവാകും. ദ മാൻ ബിഫോർ ഗോഡ് ഇസ് എ മാൻ ഓഫ് ലൈഫ്. ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ ജീവന്റെ മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ശമരിയക്കാരത്തി സ്ത്രീയോട് എന്താ പറഞ്ഞത്? യോഹന്നാൻ 4:14. യെസ്. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിന്ന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഇച്ചിരി കിട്ടിയ വെള്ളവുമായിട്ട് ഇങ്ങനെ യോർദാൻ നദിയിലെ കുപ്പിവെള്ളമായിട്ട് ചില നടക്കുന്ന പോലെ നിത്യജീവൻ കിട്ടിയെന്നും പറഞ്ഞ് ഏതാണ്ട് ഒരിടത്ത് ഇത് കൊണ്ടുനടക്കുന്ന ഒരു സംഗതിയല്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം നീ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളമല്ല കിട്ടിയിരിക്കുന്നത്. യു ഹാവ് റിസീവ്ഡ് എ സ്പ്രിംഗ്. ഇതിൻ്റെ ഉള്ളിൽ ഉറവയാണ് കിട്ടിയിരിക്കുന്നത്. You have received a spring within you. Oh, hallelujah. The ദാഹം, ഭൗതിക ലോകത്തിന്റെ ദാഹം ശമിച്ചു എന്ന് മാത്രമല്ല, മറ്റൊരു നിലയിൽ നിനക്കൊരു പുത്തൻ ഉറവ കിട്ടിയിരിക്കുകയാണ്. It's a spring inside you. ശ്രദ്ധിക്കുക, ദൈവം നിങ്ങളുടെ ഉള്ളിൽ തുറന്ന ഉറവ. Preserve it, preserve it, preserve it. അബ്രഹാമിന്റെ മരണത്തിന് ശേഷം ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നുണ്ട്. അബ്രഹാം കുഴിച്ച കിണറെല്ലാം ഫെലിസ്ത്യരങ്ങ് അങ്ങ് മൂടി. ഇസ്ഹാക്ക് വന്നു, ആ കിണറെല്ലാം പിന്നെയും തുറന്നു. അപ്പത്തേനും നാട്ടുകാരെല്ലാം കൂടിയത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു. റിമെമ്പർ, ദർ ഈസ് ദ കൺടെൻഷൻ ഓഫ് ദി എനിമി അഗൈൻസ്റ്റ് ദ സ്പ്രിംഗ് ഗോഡ് ഹാസ് ഓപ്പൺഡ് ഇൻ യു. നിങ്ങളുടെ ഉള്ളിൽ ദൈവം തുറന്ന ഉറവെ അടയ്ക്കുവാനും കെടുത്തുവാനും മൂടിക്കളയുവാനും ശത്രു എപ്പോഴും ഉണ്ടെന്നുള്ളത് ഓർക്കണം. സോഷ്യൽ മീഡിയയിൽ മുമ്പിലിരിക്കുമ്പോൾ ഓർത്തോണം, there is somebody here to quench this spring. ഈ ഉറവയെ കെടുത്തുവാൻ ഇവിടെ ഒരാളുണ്ട്. കൂട്ടുകാരുടെ നടുവിൽ, സംസാരത്തിന്റെ നടുവിൽ, എല്ലാത്തിന്റെ നടുവിൽ ഓർത്തോണം, the enemy is there to contend. Amen. Hallelujah. ഉറവ. Hallelujah. ആളുകളോട് സ്തുതിക്കുന്ന കാര്യം പറയണേ. എന്തിനാ സ്തുതിക്കുന്നത് മാത്രം മനസ്സിലാവില്ല. കഴിഞ്ഞ ആഴ്ച ഇത്രയും പ്രശ്നം കഴിഞ്ഞ് എങ്ങനെയാ സ്തുതിക്കുന്ന? കാണാത്ത എന്തെല്ലാം കാര്യങ്ങളാ കുഞ്ഞേ നിന്റെ ഉള്ളിലുള്ള ഉറവ. Hallelujah. What are great things. Count your blessing. Name them one by one. ദൈവം തന്ന ഓരോന്നിനെയും എണ്ണി 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 സ്തുതിക്കുക. You will become a man of praise as you see how specially the Lord was good to you. എത്ര പ്രത്യേകിച്ച് ദൈവം നിന്നോട് നന്മ ചെയ്തെന്നുള്ളത് സ്തുതിയുടെ ഒരു മനുഷ്യനായി നീ തീരും. Praise the Lord. ശ്രദ്ധിക്കണേ, ഇംഗ്ലീഷിൽ അത് വായിച്ചൂടെ ക്ലിയറാ. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉറവയായി തീരുമെന്നല്ല. ഇംഗ്ലീഷിൽ പറഞ്ഞ a spring that wells up.
സമ്മറിൽ ഉഷ്ണസമയത്ത് വറ്റിപ്പോകുന്നൊരു ഉറവയല്ല. ഇതെന്താ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന്? ഈ ഉറവ എന്ത് ചെയ്യും? നിങ്ങളുടെ ഉള്ളൊരു കിണറാകുന്ന ഉറവയാണിത്. ഹല്ലേലൂയ. പണ്ടത്തെ വീണ്ടും ജനനത്തിൻ്റെ ചരിത്രം പറയുന്ന ഒരു കാര്യമല്ല. അതൊക്കെ പോയി, അതൊക്കെ കഴിഞ്ഞു. I have a well inside me. The spring has become a well inside me. എനിക്ക് ലഭിച്ച ഈ ഉറവ ഒരു കിണറായി എൻ്റെ ഉള്ളിൽ തീർന്നിരിക്കുകയാണ്. Amen. Amen. Life welling. ജീവൻ ഒരു നിറവിലേക്ക്, ജീവൻ്റെ നിറവിലേക്ക്. മനോഭാവങ്ങൾ മാറുന്നു, പ്രകൃതങ്ങൾ മാറുന്നു, പ്രതികരണങ്ങൾ മാറുന്നു, സംസാര വിഷയങ്ങൾ മാറുന്നു, എല്ലാം മാറുക. Why? There is well inside me. And even others see the life in me. മറ്റുള്ളവർ പോലും എന്നിലുള്ള ജീവൻ കാണുന്നു. ക്വസ്റ്റ്യന് ശ്രദ്ധിക്കുക, ഞാൻ എന്നെ കുഴപ്പം ചെയ്തു എന്നുള്ളതുമല്ല ക്രിസ്തീയത. ക്രിസ്തീയത നിങ്ങളുടെ ഉള്ളിൽ ജീവൻ്റെ കിണറുണ്ടോ എന്നുള്ളതാണ് ക്രിസ്തീയത. ആമേൻ. ഇനി ശ്രദ്ധിക്കണം. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ, നിങ്ങൾ ഈ നല്ല, എനിക്ക് വളരെ സന്തോഷമാണ് ദൈവമക്കൾ ഈ വാക്യമൊക്കെ പടപടാന്ന് പറയുന്നത് കേൾക്കപ്പെട്ടെ. എല്ലാവരും വലിയ ചിലത് പറയും, പക്ഷെ പറയുമ്പോൾ എന്നെ ഈ പറയുന്നതെന്ന് ശ്രദ്ധിച്ചേക്കണം. വിളിച്ചതിനുള്ളത് തിരുത്തുന്നത് No, it's not. You have a spring, it becomes a well. Now it will start overflowing. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉറവയുണ്ട്, അതൊരു കിണറായി തീർന്നില്ല. It flow out as rivers of life. ജീവജലത്തിൻ്റെ നദികളായിട്ട്. അകത്തുണ്ടായിരുന്ന തീഷ്ണതയും വിശ്വാസവും ജീവൻ്റെ തുടുപ്പുകളും, അകത്തുണ്ടായിരുന്ന ഉത്സാഹവും ദൈവിക ബന്ധവും, അകത്തുണ്ടായിരുന്ന നിത്യജീവനും ദൈവിക വചനങ്ങളും is coming out as rivers of life. ജീവജലത്തിൻ്റെ നദികളായിട്ട് ഒഴുകി വന്ന് it brings conviction. മറ്റുള്ളവർക്ക് ബോധ്യം നൽകുന്നു, പ്രോത്സാഹനം നൽകുന്നു, വിശ്വാസവരെ നടത്തുവാൻ സഹായിക്കുന്നു, അവരുടെ വഴികളെ സ്ഥിരപ്പെടുത്തുവാൻ ഇടയാക്കി തീർക്കുന്നു. ദൈവ ശബ്ദം നീ മുഖാന്തരം അനേകർ കേൾക്കുവാൻ ഇടയായി തീർന്നു. This is the call. ഇതാണ് വിളി. നിർത്ത്. അത് പറ്റി, ഇത് പറ്റി, അതൊത്തില്ല, ഇതൊത്തില്ല, ഇത് കിട്ടിയില്ല, അവർക്കൊക്കെ കിട്ടി, എൻ്റെ കാര്യം. Stop it. I have better things. എനിക്ക് അതിലും വലിയ കാര്യങ്ങൾ ദൈവം തന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ജീവജലത്തിൻ്റെ ഇതെന്തോ ഈ പറഞ്ഞു വരുന്നത്. വെളിപ്പാടിൽ ഈ നദി എവിടുന്ന് വന്നതാ? വെളിപ്പാടിൽ ഈ നദി ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും, ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം ഒഴുകി വന്ന നദിയാ. എസെക്കിയേൽ കാണുമ്പോൾ എവിടുന്നാ വരുന്നത്? ദേവാലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്ന്, അവിടുത്തെ യാഗപീഠത്തിൻ്റെ വശത്തുകൂടിയാ എസെക്കിയേൽ ഇതിനെ കാണുന്നു. യേശു പറയാണ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്നു. The river of heaven, the river from the tabernacle will flow out of you. സ്വർഗ്ഗത്തിലെ നദി, ആലയത്തിലെ നദി വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകി വരാം. Praise the Lord. ഇപ്പൊ ശ്രദ്ധിച്ച്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒടുക്കത്തെ ആദാം ആരായി തീർന്നു? ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്. ഇപ്പൊ നദി നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ഒഴുകുന്നു. നിങ്ങളുടെ നദി ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ്. നിങ്ങൾ ആരാണ്? നോട്ട് എ ലിവിങ് സ്പിരിറ്റ്. ജീവിക്കുന്ന ഒരാത്മാവല്ല, ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ഓ ഹല്ലേലൂയ! ജീവിപ്പിക്കുന്ന ആത്മാവാണ്. യഥാർത്ഥ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതാ അർത്ഥം കേട്ടോ. ഞാൻ പറഞ്ഞു ഒത്തായിരുന്നു, കുറേയൊക്കെ മറന്നുപോയായിരുന്നു. ഇച്ചിരൂടെ ശരി, ഇതൊക്കെ കുഞ്ഞെ, അതൊക്കെ ഇച്ചിരി തടസ്സമൊക്കെ ആയിക്കോട്ടെ, ഇച്ചിരിയൊക്കെ തെറ്റിപ്പോകട്ടെ, പറഞ്ഞ പോയിൻ്റൊക്കെ ഒരെണ്ണം മറന്നോട്ടെ. ജീവജലത്തിൻ്റെ നദിയുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹല്ലേലൂയ! അതിനും പ്ലാറ്റ്ഫോം ഇല്ലെങ്കിലും എവിടെ നിന്നാലും, പ്ലാറ്റ്ഫോമിലാണ് നദി എന്നൊന്നും ആരും വിചാരിക്കണ്ട. വീട്ടിൽ നദിയാകാം, കൂട്ടത്തിൽ നദിയാകാം, കൂട്ടായ്മയിൽ നദിയാകാം, എവിടെ ചെന്നാലും ജീവജലത്തിൻ്റെ നദി. ശ്രദ്ധിക്കുക, ഇത് കർത്താവ് ആരോടാ പറഞ്ഞതെന്നൊന്ന് ശ്രദ്ധിക്കണം. കർത്താവ് ഇത് ആരോടാ സംസാരിച്ചത്? യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ഉത്സവത്തിൻ്റെ
മഹാദിനമായ ഒടുക്കത്തെ നാളിൽ ഇസ്രായേൽ മക്കൾ ആണ്ടുതോറും കൂടി വരുന്നൊരു പെരുന്നാളായിരുന്നു കൂടാര പെരുന്നാൾ. ആ കൂടാര പെരുന്നാൾ ഓർമ്മിപ്പിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ മരുഭൂമിയിലെ ജീവിതത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു വലിയ പെരുന്നാളാണ് ഈ കൂടാര പെരുന്നാൾ. 8 ദിവസത്തെ പെരുന്നാളാണ്. 8ാം നാളിലാണ് അതിന് ഗ്രേറ്റ് ഡേ എന്ന് പറയുന്നത്, ക്ലൈമാക്സ് ഡേ. നാട്ടിലൊക്കെ പറയുമല്ലോ വെടിക്കെട്ടിന്നാണെന്ന് പറയത്തില്ല, ആ ക്ലൈമാക്സ്. ഈ 8 ദിവസവും പുരോഹിതന്മാർ നല്ല വെള്ള റോപ്സൊക്കെ നല്ല നല്ല വെള്ള കുപ്പായമൊക്കെ ഇട്ട് പല പുരോഹിതന്മാർ ഒരുമിച്ച് ഒരു പൊൻകുടവുമായിട്ട് ശിലോം കുളത്തിലേക്ക് ഒരു വലിയ ജാഥയായിട്ട് പോകും. ഓരോ ദിവസം രാവിലെ ചെന്ന് ഈ പൊൻകുടത്തിൽ ശിലോം ആ കുളത്തിലെ വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് എല്ലാവരും ഭയഭക്തിയോടെ പൊതു ശ്രദ്ധിച്ച് കുടത്തിലൊന്നും പറ്റാതെയും വെള്ളം തൂകിപ്പോകാം ഭയങ്കര ഭയഭക്തിയോടെ ജാഥയായിട്ട് വന്ന് അവരെന്ത് ചെയ്യും, ഈ യാഗപീഠത്തിൻ്റെ സൈഡിൽ കൊണ്ട്, നേരത്തെ നദി ഒഴുകിയല്ലോ, അതിൻ്റെ സൈഡിൽ കൊണ്ടൊഴുക്കും. 7 ദിവസമായി, 8ാം ദിവസവുമായി, ഇന്ന് തീരും. ആളുകൾക്കൊക്കെ വിഷമായി. 9ാം ദിവസം ഇല്ല, നമ്മൾ വന്ന് തീരും. അപ്പം എല്ലാവരും ഭവ്യയോടെ നിൽക്കുക. ഓരോ ദിവസം കുടം കൊണ്ടുവരുന്നതും എല്ലാം കണ്ട് ഭവ്യയോടെ നിൽക്കുക. ദാറ്റ് വാസ് എ ലാസ്റ്റ് ആൻഡ് ഗ്രേറ്റ് ഡേ. എല്ലാവരും ഇനി അടുത്ത വർഷങ്ങളിലോട്ട് കൊടുത്തിട്ട് അതിനകത്തൊക്കെ ആരാണ്ടൊക്കെ ഓർക്കുന്നുണ്ട്. 8 ദിവസം തന്നെ അധികമാണല്ലോ, എന്തിനീ 9ാം ദിവസം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒന്നും നടന്നില്ലല്ലോ, ഇത്രയും ദിവസം പോയി വരുന്നതിന് അടുത്ത വർഷം ഇത് തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത്. ഇതിൽ പറയാറുണ്ട്, ഞങ്ങളുടെ ബൈബിൾ ക്ലാസ് 14 വർഷമായി ഇതുവരെ നിന്നിട്ടില്ലെന്ന് പറയുന്നത്. 40 വർഷമായിട്ട് ഉപവാസ പ്രാർത്ഥന നടക്കുകയാണെന്ന് പറയുന്നത്. Man, what's just a routine. And you think something big is happening. എന്തോ കാര്യങ്ങളൊക്കെ നടക്കാന്ന് ചിന്തിക്കുകയാണ്. കർത്താവ് ഇടുന്നുകൊണ്ട് പറയുകയാണ്, ദാഹിക്കുന്നുണ്ടോ ആർക്കെങ്കിലും? ഈ കുടത്തിൽ കൊണ്ടുവന്നല്ലേ കാണുന്നുള്ളൂ. ദാഹിക്കുന്ന ആരും കൂടെ എൻ്റെ അടുക്കുക, come unto me. Hey Lord, enough. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ, ഞാൻ അന്വേഷിക്കുന്ന കാര്യങ്ങൾ, പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഈ ചടങ്ങിൽ നിന്നും കിട്ടുന്നില്ല. ഞാനൊരു രീതിയിലൂടെ പോയിച്ചു വരുന്നതേ ഉള്ളൂ. ഐ എം എക്സ്പെക്ടിങ് മോർ, സംതിങ് റിയൽ ഫ്രം യു. ഐ എം thirsty. ഞാൻ ഇതിനപ്പുറത്തൊന്നാണ് ആഗ്രഹിക്കുന്നത്. ആർ യു ഫെഡ് അപ്പ് വിത്ത് റൂട്ടീൻസ്? പതിവുകൾ മടുത്തോ? അതോ 8ാം തീയതി, 9ാം ദിവസം, 10ാം തീയതി? ചില പറയത്തില്ല 6 മാസം ഉണ്ടായിരുന്നതല്ലായിരുന്നു. ഈ കൂട്ടായ്മ 6 മാസം ഉണ്ടെന്നല്ലായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. കുഞ്ഞെ, അവിടെ അല്ല ഇതിരിക്കുന്നു. Are you fed up with your routines and frustrated with your own life? സ്വന്തം ജീവിതത്തിൻ്റെ ബാരൻനെസ്, ഊഷരത കണ്ടോ? The defeat, the barrenness, the unreality of your own life. സ്വന്തം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം കണ്ടോ? Are you hungering for reality? യാഥാർത്ഥ്യത്തിന് വേണ്ടിയാണോ അകത്ത് വിശപ്പും ദാഹവും? I carry only worry. ഒരു ദുഃഖം മാത്രമേ ഞാൻ കൊണ്ടു നടക്കുന്നുള്ളൂ. ഐ വാണ്ട് റിയാലിറ്റി. എനിക്ക് യാഥാർത്ഥ്യം വേണം. നത്തിങ് എൽസ്. ഹാവ് യു കം ടു ദാറ്റ് പോയിന്റ്? ഹാവ് യു കം ടു ദാറ്റ് പോയിന്റ്? ക്രൈസ്റ്റ് ഈസ് കോളിംഗ്. ആർ യു thirsty? ദാഹിക്കുന്നു. കം അൺ ടു മീ. He gives the answer. ഉത്തരം ഇതാണ്. ഐ വിൽ pour my spirit. എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. വിശ്വസിക്കുന്നവൻ്റെ, ദാഹിക്കുന്നവൻ്റെ, മടുത്തുപോയവൻ്റെ, വിരസതയിലായിരിക്കുന്നവൻ്റെ, യാഥാർത്ഥ്യം കാക്ഷിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും. പഠിത്തം പറഞ്ഞിട്ടില്ല, പാരമ്പര്യം പറഞ്ഞിട്ടില്ല, ഏത് സഭയിലാണെന്നും ചോദിച്ചു ആരാണ്ടൊക്കെ വിചാരിക്കുന്നത് സഭ മാറിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടെന്ന്. അതേയല്ല. ആഹാ, കത്തോലിക്ക സഭയിലാണോ? നിങ്ങളിപ്പോഴും അവിടെ കിടക്കുകയാണോ? ഇതാരാ ചോദിക്കുന്നത്? കുഞ്ഞെ, അവിടെ അല്ല പ്രശ്നം കിടക്കുന്നത്. നീ ദാഹിക്കുന്നുണ്ടോ? യാഥാർത്ഥ്യം അന്വേഷിക്കുന്നുണ്ടോ? ഉപദേശങ്ങൾക്ക്, നല്ല കൂട്ടായ്മകൾക്ക്, പ്രസംഗങ്ങൾക്ക്, നല്ല പരിപാടികൾക്ക് തരാൻ കഴിയാത്ത കാര്യം നീ അന്വേഷിക്കുന്നുണ്ടോ? ജീസസ് ഈസ് കോളിംഗ്. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ അറിയാം. സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്, ജീവിപ്പിക്കുന്ന ആത്മാവ്. ആത്മാവിനോട് ചേർന്ന് നടക്കാം, ആത്മാവിൻ്റെ കൂട്ടായ്മയിൽ നടക്കാം, ആത്മാവിൻ്റെ കൃപ അനുഭവിക്കാം. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Treasures of Darkness, Pastor Raju Ebenezer's latest book, originally published in the United States, is now published in India. The book is forwarded by Dr. Scott Ray, eminent theologian and author.
It is endorsed by Dr. J.P. Moreland, renowned philosopher and author, Biola University, Los Angeles, and Dr. Vince Vitale, well-known apologist and author, Oxford University. Do you yearn for a closer walk with God? Do you long to serve God more fruitfully? Do you go through difficult times? If so, this book is for you. The book is being made available at all major Christian bookshops of India. It is also available at Amazon.in and RajaEbenezer.com.